ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. അപ്പം എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പം നമ്മൾ ഇത്തവണത്തെ 2026 എന്ന് പറയുന്ന ഒരു വർഷം എന്താണ്, ഒത്തിരി പരീക്ഷകളുടെ ഒരു കാലമാണ് 2026 നമ്മുടെ മുന്നിലേക്ക് തരുന്നത് അല്ലേ. എന്തൊക്കെ പരീക്ഷകളാണ്? 10th ലെവൽ ക്വാളിഫിക്കേഷനിൽ വരുന്ന VFA വരുന്നുണ്ട്. പിന്നെ ഏതാണ്? ബെവ്കോ LD. ഏറ്റവും കൂടുതൽ പേര് അപ്ലൈ ചെയ്യുന്ന രണ്ട് പരീക്ഷകളാണ് അല്ലേ, VFAയും ബെവ്കോ LDയും. അതേപോലെ തന്നെ പിന്നെ ഏതാണ്? 7th ലെവൽ ക്വാളിഫിക്കേഷൻ ആണെങ്കിൽ കമ്പനി ബോർഡ് LGS വിളിക്കുന്നുണ്ട്. +2 ലെവൽ ക്വാളിഫിക്കേഷൻ ആണെങ്കിൽ CPO ഉണ്ട്, ഫയർ അല്ലെ, CPOയും വുമൺ CPO. അതേപോലെ ഫയർ മാനും ഉണ്ട്, ഫയർ വുമൺ ഉണ്ട്, എക്സൈസ് ഓഫീസർ ഉണ്ട്. പിന്നെ ഡിഗ്രി ലെവൽ പരീക്ഷകളാണെങ്കിൽ ഏതൊക്കെയാണ്? കമ്പനി ബോർഡ് LGS, കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഉണ്ട്. പിന്നെ ഏതാണ്? യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഉണ്ട്. പിന്നെ ഏതായിരുന്നു? KAT, കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിലേക്ക് വിളിച്ചിട്ടുണ്ട്. പിന്നെ SI ഉണ്ട്, ജയിലർ ഉണ്ട്. അങ്ങനെ പരീക്ഷകൾ നമ്മുടെ മുന്നിൽ 2026 ഒത്തിരി പരീക്ഷകൾ നമ്മുടെ മുന്നിലുണ്ട്. നല്ല രീതിക്ക് പ്രിപ്പയർ ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്താണ്, നല്ല രീതിക്ക് നമുക്ക് എന്താ 2027 ആകുമ്പോഴേക്കും നമുക്കൊരു ഗവൺമെന്റ് ജോലി നമുക്കൊരു ഉറപ്പിച്ച് വെക്കാം അല്ലേ. നല്ലൊരു എക്സാം ആണ് നമ്മൾ എഴുതുന്നത്. ഇപ്പൊ ഈ ബെവ്കോയുടെയൊക്കെ ഏകദേശം ടൈം വന്നിരിക്കുന്നത് ഒക്ടോബർ ഡിസംബറിൽ എക്സാം ഉണ്ടാകും എന്നുള്ളതാണ് 1080 ഡേറ്റ് വെച്ചിട്ട്. അതേപോലെ തന്നെ ഓരോന്നിന്റെയും അങ്ങനെ തന്നെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഒക്കെ ആണെങ്കിൽ ഏകദേശം മെയ് ടു ജൂലൈ ആണ് അവർ എക്സാം പറയുന്നത്. അപ്പോൾ എക്സാം എങ്ങനെയും ഒരു 6 മാസം നമ്മുടെ മുന്നിലുണ്ട്. ഇതിൽ ഏതൊരു എക്സാം സ്റ്റാർട്ട് ചെയ്യാനാണെങ്കിലും നല്ല രീതിക്ക് പഠിക്കുക. അടുത്ത 2027 നിങ്ങളുടെ വർഷമാകട്ടെ. അതായത് 2026 പഠിച്ചു കഴിഞ്ഞാലേ 2027 നമുക്കൊരു ജോലിക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. സോ നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി എന്താണ്, ഹാപ്പി ന്യൂ ഇയർ, നല്ലൊരു വർഷമാവട്ടെ. അപ്പോൾ ആസ് യൂഷ്വൽ നമ്മുടെ ഡെയിലി ബൂസ്റ്റർ ഡേ 66 ആണെന്ന് 32/2023 പോലീസ് കോൺസ്റ്റബിൾ IRBയിലെ പോലീസ് കോൺസ്റ്റബിളിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്ന് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ മാത്സ് ആണ്. പോകാം. 1/5 + 2/5² + 3/5³ ദശാംശ രൂപം. ഇതൊക്കെ നമ്മുടെ SCRT ക്വസ്റ്റ്യൻ ആണ്. SCRTയിൽ ഇങ്ങനെ തന്നെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഇതൊക്കെ. ഇവിടെ നമുക്ക് അവർ ചെയ്യാനുള്ള ഏറ്റവും എളുപ്പവഴി എന്ന് പറയുന്നത് ഇതിനെല്ലാത്തിനെയും 10, 100, 1000ന്റെ പവറിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ നോർമലി ചെയ്യുവാണെങ്കിൽ ഇവിടെ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? ഇവിടുത്തെ ഹയസ്റ്റ് പവർ എന്ന് പറയുന്നത് 5ന്റെ ക്യൂബാണ്. സോ നമ്മളിവിടെ എന്ത് ചെയ്യാം? 1/5നെ എന്ത് ചെയ്യണം? ഇതിന്റെ LCM എന്ന് പറയുന്നത് 125 ആണ്. അപ്പൊ 5² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, മുകളിലും 5² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 2 ഇവിടെ 5² ഉണ്ട്, അപ്പൊ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, മുകളിലും 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. +3/5³ ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. അതായത് ഇവിടെ 5² 25 ഇവിടെ എത്ര വരും? 5³ എന്ന് വരും. ഓക്കെ, +10/5³ പ്ലസ് ഇവിടെ എന്ത് വരും? 3/5³ എന്ന് വരും. ഓക്കെ, ഇവിടെ എന്താണ്? 25 + 30 എന്ന് പറയുമ്പോൾ 35 + 3 എന്ന് പറയുമ്പോൾ 38/5³ എന്ന് വരും. ഈ 5³ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 38/125. അതിനെ നമുക്ക് 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിനെ 1000ന്റെ ബേസിലോട്ട് മാറ്റാൻ പറ്റും. 38 × 8 എന്ന് പറയുന്നത് 304 ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ആൻസർ ആയിട്ട് വരേണ്ടത് 38 × 8 8×3 = 24, ശിഷ്ടം 2 വരും. 8×3 = 8×8 = 64, ശിഷ്ടം 6 വരും. 8×3 = 24, 24 6 30, 304 വരും. ഉണ്ടോ? അപ്പൊ അവിടുത്തെ ആൻസർ 0.304 അല്ലെ. താഴെ 3 0 ഉള്ളതുകൊണ്ട് 3 ഡിജിറ്റ് മാറ്റി പോയിന്റ് എടുക്കുക. ഇങ്ങനെ ചെയ്യാം നമുക്ക്. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാനുള്ള എളുപ്പവഴി എന്ന് പറയുന്നത് 1/5. 5നെ നമുക്ക് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ നമുക്ക് എന്തിലേക്ക് മാറും? 2/10 എന്ന ഫോമിലോട്ട് മാറി. അതെന്ന് പറഞ്ഞാൽ 0.2 ആണ്. ഓക്കെ, ഇനി അടുത്ത ഏതാണ്? 2/5². 5²നെ നമുക്ക് എന്ത് ചെയ്യണം? 5² 25 ആണ്. സോ അതിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ ഇവിടെ എത്ര വരും? 2 × 4 8. 5ന്റെ സ്ക്വയർ 25 ആണ്. 25 × 4 100 ആണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എത്ര വരും? 0.08 എന്ന് വരും. ഓക്കെ, നെക്സ്റ്റ് എന്താണ് വരേണ്ടത്? 3/5³ എന്ന് വരും. 5³ എന്ന് പറയുമ്പോൾ ഇവിടെ 125 ആണ്. 125നെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എത്ര വരും? 8 × 3 24 ആണ്. /125 × 8 എന്ന് പറയുന്നത് 1000 ആണ്. ഓക്കെ, ഇവിടെ എന്ത് ചെയ്യണം? 0.0 3 ഡിജിറ്റ് അല്ലേ മാറേണ്ട? 0.24 എന്ന് വരും. ഇതെല്ലാം കൂടി കൂട്ടിയാൽ മതി. അതായത് 0.2 + 0.08 + 0.024 കൂട്ടുക. ഇവിടെ 4 വരും. 8 × 2 10, 0 ശിഷ്ടം 1, 2 1 3 വരും. 0.304 എന്ന് വരും. ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇത് ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് പറയുന്ന അവർക്ക്, അതായത് നമുക്ക് ആ പിള്ളേർക്ക് പഠിപ്പിക്കുന്ന നമ്മൾ ഈ ഒരു മെത്തേഡിലാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം.
ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യ പദം 25ഉം പൊതുവ്യത്യാസം 10ഉമായാൽ ആദ്യത്തെ 20 പദങ്ങളുടെ തുക എത്ര? സമാന്തര ശ്രേണി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ഫിക്സഡ് നമ്പറിനെ നമ്മൾ ആഡ് ചെയ്ത് പോകുവാണ്. അതിലെ ആദ്യത്തെ നമ്പർ 25ആണ്. പൊതുവ്യത്യാസം ഡി എന്ന് പറയുന്നത് 10 ആണെന്ന് തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് 20 പദങ്ങളുടെ തുകയാണ് S20 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ SNന്റെ ഇക്വേഷൻ എന്താണ്? രണ്ട് തരത്തിൽ നമുക്ക് ചെയ്യാം. ഒന്നാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് n/2 ഇൻറ്റു 2a + n-1 ഇൻറ്റു d എന്നൊരു ഇക്വേഷൻ ഉണ്ട്. പിന്നെ ഏതാണുള്ളത്? Sn ഈക്വൽ ടു n/2 ഇൻറ്റു ഇവിടെ എന്താണ്? a + an ആദ്യ പദവും അവസാന പദവും തമ്മിൽ കൂട്ടിയാൽ മതി. ഇവിടെ നമുക്ക് ചെയ്യാൻ ഇത്തിരി എളുപ്പം ഈ സെക്കൻഡ് ഇക്വേഷൻ ആണ്. അപ്പൊ നമുക്കിവിടെ എന്ത് ചെയ്യണം? 20 പദങ്ങളുടെ തുകയല്ലേ. സോ a20 നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. a20 എന്ന് പറയുന്നത് a + 19d ആണ്. നമ്മൾ എപ്പോഴും പറയുന്നതാണ് സമാന്തര ശ്രേണി. ഒന്നാം പദം a ആണ്, രണ്ടാം പദം a + d ആണ്, മൂന്നാം പദം a + 2d ആണ് അല്ലെ. ഇതാണ് മൂന്നാം പദം. അതായത് ഒന്ന് കുറച്ച് എഴുതിയാൽ മതി. അപ്പൊ എന്നാം പദം എന്ന് പറയുന്നത് a + n-1 ഇൻറ്റു d ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സെയിം കൺസെപ്റ്റ് തന്നെ ഇവിടെ. ഇപ്പോൾ എത്ര? 20ആം പദം എന്ന് പറയുമ്പോൾ a + 19d, 100ആം പദം എന്ന് പറയുമ്പോൾ a + 99d. ആ ഒരു കൺസെപ്റ്റ് ആണ്. സോ ഇവിടെ a എന്ന് പറയുന്നത് 25 ആണ്. 25 + 19 ഇൻറ്റു 10 എന്ന് വരും. അതായത് 25 + 190 എന്ന് വരും. 215 വരും. 215 ആണ് a20 എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് എന്താണ് ഇക്വേഷൻ? n/2 ഇൻറ്റു a + an ആണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ n എന്ന് പറയുന്നത് എത്രയാണ്? 20 ആണ്. 20/2 ഇൻറ്റു a എന്ന് പറയുന്നത് 25 ആണ്. an എന്ന് പറയുന്നത് എത്രയാണ്? എന്നാം പദം എന്ന് പറയുന്നത് 215 ആണ്. ഓക്കെ, അപ്പൊ 10 ഇൻറ്റു 25ഉം 215 കൂടി കൂട്ടുമ്പോൾ 240 വരും. 240 ഇൻറ്റു 10 എന്ന് പറയുന്നത് 2400. സോ 20 പദങ്ങളുടെ തുക എന്ന് പറയുന്നത് ഓപ്ഷൻ എ 2400 ആണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. 150 മീറ്റർ നീളമുള്ള തീവണ്ടി 90 km/മണിക്കൂർ വേഗത്തിൽ സഞ്ചരിക്കുന്നു. ഈ തീവണ്ടി 200 മീറ്റർ നീളമുള്ള ഒരു പാലം കടന്നു പോകാൻ എത്ര സമയം എടുക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 150 മീറ്റർ നീളമുള്ള തീവണ്ടി നമ്മൾ എപ്പോഴും പറയുന്ന ക്വസ്റ്റ്യൻ ആണ്. ഒരു പോയിന്റ് ഒബ്ജക്റ്റ്, ഒരു വ്യക്തിയെ കടന്നു പോകുന്നു, ഒരു തൂണിനെ കടന്നു പോകുന്നു. അതാണ് നമ്മുടെ കൺസെപ്റ്റ് എങ്കിൽ ഇവിടെ നീളം, ദൂരം എന്ന് പറയുന്നതിൽ നമുക്ക് എന്തെടുത്താൽ മതി? ആ തീവണ്ടിയുടെ നീളം മാത്രം മതി. പക്ഷെ ഇവിടെ പാലമാണ് അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ നീളവും കൂടി കൂട്ടിയെടുക്കണം. അപ്പൊ നമുക്കിവിടെ സമയമാണല്ലോ കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ എങ്ങനെയാണ് ഇത് പഠിക്കുന്നത്? ഡിസ്റ്റൻസ്, ഇവിടെ എന്താണ്? ടൈം, സ്പീഡ്. അപ്പൊ ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കണമെങ്കിൽ ടൈം ഇൻറ്റു സ്പീഡ് ചെയ്യണം. ടൈം ആണ് കണ്ടുപിടിക്കണമെങ്കിൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ് ചെയ്യണം. സ്പീഡാണ് കണ്ടുപിടിക്കേണ്ടെങ്കിൽ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈം. അപ്പൊ നമുക്കിവിടെ വേണ്ടത് ടൈം ആണ്. അതായത് ദൂരം ബൈ വേഗത. ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ദൂരം എന്ന് പറയുന്നത് എന്തായിട്ട് എടുക്കണം? രണ്ട് ഒബ്ജക്റ്റുകൾ ഉണ്ടല്ലേ. അതായത് 150 മീറ്റർ നീളമുള്ള തീവണ്ടിയും ഉണ്ട്, ഒരു 200 മീറ്റർ നീളമുള്ള പാലവും ഉണ്ട്. സോ 350 ആണ് നമ്മുടെ ദൂരം എന്ന് പറയുന്നത്. സോ ദൂരം കിട്ടി 350 മീറ്റർ ആണ്. ഓക്കെ, വേഗത എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? വേഗത എന്ന് പറയുന്നത് ഇവിടെ 90 km/മണിക്കൂർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇവിടെ എന്ത് വേണം? km/മണിക്കൂറിനെ നമുക്ക് എന്താക്കി മാറ്റണം? മീറ്റർ/സെക്കൻഡ് എന്ന് പറയുന്ന ചെറിയ ക്വാണ്ടിറ്റിയിലോട്ട് മാറ്റാൻ 90നെ കിലോമീറ്ററിനെ മീറ്ററിലോട്ട് മാറ്റാൻ ചെറിയ 5 കൊണ്ട് ഗുണിക്കുക. ഇതാണ് അതിന്റെ റൂൾ. അപ്പൊ ഇവിടെ കട്ടായി പോകും. 18 ഇൻറ്റു 5 ആണ് എന്തെന്ന് പറയുന്നത്? 90 എന്ന് പറയുന്നത്. 5 ഇൻറ്റു 5 25 ആണ്. സോ 25 മീറ്റർ/സെക്കൻഡ് ആണ് വേഗത എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ വേഗത കിട്ടി. എത്രയാണ്? 25. 350ന് 25 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ ഒരു തവണ, ബാക്കി ഇവിടെ 10 വരെ. അപ്പൊ 100 എത്ര തവണ? 4 തവണ. സോ 14 സെക്കൻഡ് സമയമാണ് ഈ 90 km/മണിക്കൂർ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഈ ഒരു തീവണ്ടി ആ ഒരു പാലം കടന്നു പോകാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 14 സെക്കൻഡ് ആണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഒരു ത്രികോണത്തിലെ കോണുകൾ 1:3:5 എന്ന അംശബന്ധത്തിലായാൽ ഏറ്റവും വലിയ കോണളവ് എത്ര? അപ്പൊ ത്രികോണമാണ്. ത്രികോണത്തിലെ 3 കോണുകളുടെ തുക എന്ന് പറയുന്നത് എത്രയാണ്? തുക 180 ആണ്. നമുക്കറിയാം അല്ലെ. അതില് ഏറ്റവും വലിയ കോണം എന്ന് ചോദിക്കുമ്പോൾ ഈ 5 എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? വലുത് 5 ആണ്. ഇതെല്ലാം കൂടി കൂട്ടുക. 1ഉം 3ഉം എത്രയാണ്? 4. 4ഉം 5ഉം കൂടി കൂട്ടുമ്പോൾ 9. 4, അതായത് 9 ഭാഗമായിട്ട് മുറിച്ചാൽ 5 ഭാഗമാണ് വലിയ കോൺ.
അത് അതിൻ്റെ 180 ചെയ്താൽ മതി. ഇവിടെ കട്ടായി പോകും. ഇവിടെ എത്രയാണ് 2 തവണ 20 × 5 എന്ന് പറയുന്നത് 100 ഡിഗ്രിയാണ്. സോ ഏറ്റവും വലിയ കോണ് 100ആണ്. അടുത്ത കോണ് ചോദിച്ചാൽ എന്താ ചെയ്യേണ്ടത്? 3/9 × 180 ചെയ്യണം. ഇവിടെ കട്ടായി പോകുമ്പോൾ 2 തവണ 3 × 2 60 ഡിഗ്രി വരും. ഇനി മൂന്നാമത്തെ കോണാണ് ചോദിക്കുന്നതെങ്കിൽ 1/9 ഏറ്റവും ചെറുതാണ് ചോദിക്കുന്നതെങ്കിൽ 1/9 × 180 ചെയ്താൽ മതി. ഇവിടെ കട്ടായി പോകും. ഇവിടെ 2 തവണ 1 × 20 20 ഡിഗ്രി എന്ന് വരും. എന്താ 100 60 160 20 180. ഓക്കെ, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വലുതായത് കൊണ്ട് തന്നെ ഇവിടുത്തെ ആൻസർ 100ആണ്. ചതുരാകൃതിയിലുള്ള ഒരു ഇരുമ്പ് കട്ടയുടെ നീളം 25 സെന്റിമീറ്ററും വീതി 10 സെന്റിമീറ്ററും ഉയരം 4 സെന്റിമീറ്ററുമാണ്. ഇതുരുക്കി ഒരു സമചതുരക്കട്ട ഉണ്ടാക്കിയാൽ ഒരു വശത്തിന്റെ നീളം എത്ര? ചതുരാകൃതിയായ ഒരു ഇരുമ്പ് കട്ട. ഓക്കെ, ഇതാണ് സംഭവം. ഇത് ഉരുക്കിയിട്ട് നമ്മൾ കുറേ സമചതുരങ്ങൾ ഉണ്ടാക്കുവാണ്. ഇത് ഉരുക്കി ഒരു സമചതുരക്കട്ട, ഒരൊറ്റ സമചതുരക്കട്ടയാണ് ഉണ്ടാക്കുന്നത്. അതിന്റെ വശത്തിന്റെ നീളമാണ് ചോദിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ നമുക്ക് അറിയാവുന്നത്, ഒരു സാധനം ഉരുക്കി മറ്റൊരു സാധനം ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ അവിടുത്തെ കൺസെപ്റ്റ് എന്താണ്? ഇതിന്റെ വ്യാപ്തം അല്ലെങ്കിൽ ഇതിന്റെ വോളിയം എന്താണോ അത് തന്നെ ആയിരിക്കണം രണ്ടാമത്തെ വോളിയം. സോ ഇവിടെ എന്താണ്? V1 ഉം V2 ഇവിടെ തുല്യമായിരിക്കണം. ഇവിടുത്തെ V1 എന്ന് പറയുന്നത് L × B × H ആണ്. ഇവിടെ V2 എന്ന് പറയുന്നത് A³ ആണ്. ഇതാണ് സമചതുരക്കട്ടയുടെ വോളിയം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്ത് വരും? 25 × 10 × 4 എന്ന് വരും. അതിനെയാണ് A³ എന്ന് പറയുന്നത്. 25 × 4 100 ആണ്. 100 × 10 1000 ആണ്. ഇതാണ് A³. സോ A എന്ന് പറയുന്നത് ക്യൂബ് റൂട്ട് ഓഫ് എത്രയാണ്? 1000 ആണ്. ഓക്കെ, അപ്പൊ അതായത് 10 × 10 × 10 ആണ് 1000 എന്ന് പറയുന്നത്. സോ 10 ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കാം. -1² പ്ലസ് -1³ പ്ലസ് -1/4 പ്ലസ് -1/5 വില എത്ര? ഇവിടെ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, നെഗറ്റീവിന്റെ പവറിൽ ഓഡ് നമ്പർ ആണ്, ഒറ്റ സംഖ്യയാണെങ്കിൽ ആൻസർ നെഗറ്റീവ് ആയിരിക്കും. നെഗറ്റീവിന്റെ പവറിലെ ഇരട്ട സംഖ്യ അഥവാ ഈവൻ നമ്പർ ആണെങ്കിൽ ആൻസർ പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇവിടെ 1ന്റെ പവറിൽ എത്ര വലിയ നമ്പർ വന്നാലും അതെന്താണ്? 1 തന്നെയാണ് ആൻസർ. ഇവിടെ 1 മാത്രമല്ല ഞാൻ പറയുന്നത്. ഇപ്പൊ -2ന്റെ ക്യൂബ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നതെങ്കിൽ 2ന്റെ ക്യൂബ് 8 ആണ്. പവർ തന്നിരിക്കുന്നത് എന്താണ്? ഒരൊറ്റ സംഖ്യയാണ്. സോ ഇവിടെ -8 വരും. അങ്ങനെയും ഉണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ -1² എന്ന് പറയുമ്പോൾ ഇത് എന്തായിട്ട് മാറി? ഇത് +1 ആയിട്ട് മാറി. പ്ലസ് ഇവിടെ എന്താണ്? -1³ ക്യൂബ് എന്ന് പറയുന്ന ഒരു ഒറ്റ സംഖ്യയാണ്. സോ ഇവിടെ -1 ആണ്. +1 പ്ലസ് -1 എന്ന് വരും. ഇതും ക്യാൻസൽ ആയി പോകും. ഇതും എല്ലാം ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി 0 ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്. A + B 28, B + C 40, C + A 32 ആയാൽ A + B + C എത്ര? നമുക്ക് എല്ലാം കൂടി ഒന്ന് കൂട്ടി നോക്കാം. A + B + B + C + C + A. ഫസ്റ്റ് വൺ, സെക്കൻഡ് വൺ, തേർഡ് വൺ. ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? 28 + 40 + 32 എന്ന് വരും. ഇവിടെ എല്ലാം കൂടി കൂട്ടുമ്പോൾ എന്ത് വരും? 2A + 2B + 2C എന്ന് പറയുന്നത് 100 ആണെന്ന് വരും. സോ ഇവിടെ 2 വെളിയിലേക്ക് എടുത്താൽ A + B + C എന്ന് പറയുന്നത് 100 ആണ്. സോ A + B + C എന്ന് പറയുന്നത് 100 / 2 50 ആണ് ആൻസർ. സോ ഓപ്ഷൻ എ ആണ് നമുക്കിവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. 2020 ഫെബ്രുവരി 5 മുതൽ മാർച്ച് 5 വരെ 2 ദിവസവും ഉൾപ്പെടെ എത്ര ദിവസം ഉണ്ടാകും? 2 ദിവസവും കൂട്ടണം. 2020 എന്ന് പറയുന്നത് നമുക്ക് എന്താണ്? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലെ? 20 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നമുക്ക് പറ്റുന്ന നമ്പറാണ്. സോ ഇതെന്ന് പറയുന്നത് 2020 എന്ന് പറയുന്നത് എന്താണ്? ഒരു ലീപ്പ് ഇയർ ആണ്. അല്ലെങ്കിൽ എന്ത് പറയാം? നമുക്കതിനെ അതിവർഷം എന്ന് പറയാം. സോ അങ്ങനെയുള്ള ദിവസങ്ങൾ ഫെബ്രുവരി എത്രയുണ്ട്? 29 ദിവസങ്ങളുണ്ട്. അപ്പൊ 5 കഴിഞ്ഞിട്ട് ബാക്കി ഇനി എത്ര ദിവസമുണ്ട്? ഫെബ്രുവരി 5 കഴിഞ്ഞിട്ട് ബാക്കി 24 ദിവസം കൂടിയുണ്ട്. അപ്പൊ ഈ 5ഉം കൂടി നമുക്ക് കൂട്ടണ്ടേ? സോ ഫെബ്രുവരിയിൽ ബാക്കിയുള്ളത് 25 ദിവസമാണ്. മാർച്ച് 5 വരെ 2 ദിവസവും ഉൾപ്പെടെ മാർച്ച് 5ഉം കൂടി ഉൾപ്പെടുത്തുമ്പോൾ പിന്നെയും ഒരു 5 ദിവസം കൂടി കൂട്ടും. 25ഉം 5ഉം 30 ദിവസമാണ് ടോട്ടൽ ഉള്ളത്. സോ ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്. നെക്സ്റ്റ് നോക്കാം. കൂട്ടത്തിൽ ബന്ധമില്ലാത്ത സംഖ്യ ഏത്? ബന്ധമില്ലാത്തതാണ് നമുക്ക് വേണ്ടത്. എന്താണ്? 111 + 121 + 132 + 132 143 എന്ന് പറയുന്ന ഒരു സംഭവമാണ് അല്ലെ നമുക്ക് തന്നിരിക്കുന്നത്.
അതില് ബന്ധമില്ലാത്ത ചോദിക്കുമ്പോൾ ഇതിൽ ശരിക്കും നമുക്കിവിടെ 2 ഓപ്ഷനാണ് ഉണ്ടായിരുന്നത്. നമുക്കിവിടെ എന്ത് ചെയ്യാം, ഇത് ശരിക്കും 2 വരും. സോ ഈ ക്വസ്റ്റ്യൻ അവർ PSC എന്ത് ചെയ്തിട്ടുണ്ട്, ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക, അതിൽ എന്തെങ്കിലും ബന്ധം ഉണ്ടോ എന്ന് നോക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് അങ്ങ് സ്കിപ്പ് ചെയ്തിരിക്കുക. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് മിക്കപ്പോഴും എന്തായിരിക്കും, തെറ്റുണ്ടാവും. കാര്യം അതിന് പല ലോജിക്കുകളുമായിട്ട് ആൾക്കാർ ചലഞ്ച് ചെയ്യും, ക്യാൻസൽ ചെയ്യുക. മിക്കപ്പോഴും അതെ, നിങ്ങളൊരു 10 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താൽ ഒരു 8ലും എന്തായിരിക്കും, ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ത് ചെയ്തിട്ടുണ്ടാവും, ക്യാൻസൽ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ നിങ്ങൾ അവിടെ നിന്ന് തലവണ്ണാക്കി എന്ത് ചെയ്യരുത്, ടൈം കളയരുത്. നെക്സ്റ്റ് നമുക്ക് നോക്കാം 60ാമത്തെ ക്വസ്റ്റ്യൻ. ക്ലോക്കിലെ സമയം 2 മണിയാകുമ്പോൾ മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും തമ്മിലുള്ള ഇടയിലുള്ള കോണളവ് എത്ര എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് നമുക്ക് നോക്കിക്കേ. 2 മണി നമ്മൾ നോർമലി ചെയ്യുന്ന ഇക്വേഷൻ എന്താണ്, 30h - 11/2 m എന്നുള്ളതാണ്. ഇവിടെ m തന്നിട്ടില്ല, സോ നമുക്ക് 30h ചെയ്താൽ മതി. സോ 30 × h എന്ന് പറയുന്നത് എത്രയാണ്, 30 × 2 60 ഡിഗ്രി. സോ ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മുടെ 10 മാത്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ ഇംഗ്ലീഷ് ആണ് ക്വസ്റ്റ്യൻ വരുന്നത്, നോക്കാം. ദ ഡാഷ് പാർട്ട് ഓഫ് ദ നോവൽ ഈസ് ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ്. അതായത് ഇവിടെ മീനിങ് എന്താണ്, സെക്കൻഡ് പാർട്ട് എന്നുള്ള ആ ഒരു അടുത്ത ലാറ്റർ പാർട്ട് എന്ന് പറയും. ഓക്കെ, അപ്പോൾ എന്താണ്, ലാറ്റർ ആണ്, LATTER ആണ്. ദ ലാറ്റർ പാർട്ട് ഓഫ് ദ നോവൽ ഈസ് ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ് എന്നാണ്. ദ എക്സ്പാൻഡഡ് ഫോം ഓഫ് CEO, എന്താണ് CEO എന്ന് പറയുന്നത്, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ എന്ന് പറയുന്നത്. നോബഡി എൻജോയ്ഡ് ദ മൂവി, എന്താണ് വരേണ്ടത്, നോബഡി എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ ഒരു നെഗറ്റീവ് ഫോം ആണ്. സോ ടാഗ് എന്തായിരിക്കണം, പോസിറ്റീവ് ആയിരിക്കണം. സോ ഇതല്ല എന്ന് നമുക്ക് മനസ്സിലായി. എൻജോയ്ഡ് എന്ന് പറയുമ്പോൾ ഡിഡ് പ്ലസ് എൻജോയ് ആണെന്ന് അറിയാലോ. സോ ഇവിടെ ആൻസർ എന്ത് വരും, ഡിഡ് ദൈ ആണ് നമുക്ക് ഇവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്. ഇറ്റ് ഈസ് ബെറ്റർ ടു കീപ് സൈക്കോഫാൻസ്, എന്താണ് സൈക്കോഫാൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, പൊങ്ങച്ചം പറയുന്നവർ, ആ ഒരു മീനിങ്ങിലാണ്. അപ്പോൾ ഇവിടെ എന്താണ്, ഇറ്റ് ഈസ് ബെറ്റർ ടു കീപ് സൈക്കോഫാൻസ് അറ്റ് ആൻ ആം ലെങ്ത്, അല്ലെ, നമ്മുടെ ഒരു കൈകൾക്ക് നിർത്തുന്നതാണ് നല്ലതെന്ന് പറയില്ലേ, അതാണ് മീനിങ്. ഇറ്റ് ഈസ് ബെറ്റർ ടു കീപ് സൈക്കോഫാൻസ് അറ്റ് ആൻ ആംസ് ലെങ്ത്. ദ വീക്ക് ക്രെപ്റ്റ് അലോങ് ഡാഷ് സ്ലോലി ആസ് ഡാഷ് എ സ്നെയിൽ, നമ്മൾ പറയുന്ന നോർമലി പറയുന്നതാണ് ആസ് സ്ലോലി ആസ് എ സ്നെയിൽ, ഒച്ചിനെ പോലെ ഇഴഞ്ഞു, ആ ഒരു മീനിങ്ങിലാണ്. ആസ് സ്ലോലി ആസ് എ സ്നെയിൽ എന്ന് പറയും, ഒച്ചിനെ പോലെ ഇഴഞ്ഞു പോകുകയാണെന്നുള്ളത്. ഇനി എന്താണ് നമ്മൾ വേറെ പറയുന്ന, ആസ് ബിസി ആസ് ബി എന്ന് പറയത്തില്ലേ, എന്താണ്, തേനീച്ചകളെ പോലെ തിരക്കാണ്. ആസ് ബ്ലാക്ക് ആസ് കോൾ, കരിയെ പോലെ എന്താണ്, ബ്ലാക്ക് ആണെന്ന് പറയത്തില്ലേ, സെയിം മീനിങ്ങിലാണ്. അപ്പൊ ഇവിടെ ഇതൊരു എപ്പോഴും പറയുന്ന ഇതാണ് ആസ് സ്ലോലി ആസ് എ സ്നെയിൽ എന്നാണ്. അപ്പോൾ എന്താണ്, ദ വീക്ക് ക്രെപ്റ്റ് അലോങ് ആസ് സ്ലോലി ആസ് എ സ്നെയിൽ. സോ ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്. പിക്ക് ഔട്ട് ദ റോങ് സെന്റൻസ്. ദ ടീച്ചർ ആസ് വെൽ ആസ് അതേപോലെ തന്നെ എന്താണ്, വിത്ത്, ആസ്, അങ്ങനത്തെ കുറെ വേർഡ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആസ് വെൽ ആസ് വരുമ്പോൾ എന്തായിരിക്കണം, വെർബ് അഗ്രീസ് ടു ഫസ്റ്റ് സബ്ജക്റ്റ്. ഇവിടെ ഇപ്പൊ എന്താണ്, ദ ടീച്ചർ എന്ന് പറയുന്നത് ഇവിടെ സിംഗുലർ ആണ്. സോ ഇവിടെ ഹാസ് ആണ് വരേണ്ടത്, അല്ലെ. അപ്പൊ ഇത് ശരിയാണ്. പ്ലെന്റി ഓഫ് മിൽക്ക് എന്ന് പറയുമ്പോൾ എന്താണ്, പ്ലെന്റി ഓഫ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താണ്, മിൽക്ക് എന്ന് പറയുന്നത് ഒരു അൺകൗണ്ടബിൾ നൗൺ ആണ്. സോ ഇവിടുത്തെ വെർബ് എന്ന് പറയുന്നത് സിംഗുലർ ആയിരിക്കണം, അതും ശരിയാണ്. ടൈം ആൻഡ് ടൈഡ് വെയിറ്റ്സ് എന്ന് പറയുന്ന അല്ലെ, ടൈം ആൻഡ് ടൈഡിനെ നമ്മൾ രണ്ടാക്കിയല്ല, അത് ഒറ്റയാക്കിയാണ് എടുക്കുന്നത്. അപ്പൊ ടൈം ആൻഡ് ടൈഡ് വെയിറ്റ്സ് ഫോർ എ നോ മാൻ, അല്ലെ. ഇതാണ്, സമയവും തിരയും ആർക്ക് വേണ്ടിയും കാത്തു നിൽക്കുന്നില്ല. അപ്പൊ ഇതും ശരിയാണ്. ദ മാനേജർ വിത്ത് ഓൾ ഹിസ് സ്റ്റാഫ്, വിത്ത് ആണ്, അല്ലെ, വിത്ത്, എലോങ് വിത്ത്, ടുഗദർ വിത്ത്, ആസ് വെൽ ആസ്, അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്, വെർബ് അഗ്രീസ് ടു ഫസ്റ്റ് സബ്ജക്റ്റ്. ദ മാനേജർ എന്ന് പറയുന്നത് ഒരാളാണ് ഇവിടെ. അപ്പൊ ഇവിടെ ആറല്ല വരേണ്ടിരുന്നത്, ഈസ് ആണ് വരേണ്ടിരുന്നത്, അല്ലെ. അപ്പൊ ഇവിടെ എന്താണ്, ദ മാനേജർ വിത്ത് ഓൾ ഹിസ് സ്റ്റാഫ് ഈസ് അറ്റൻഡിങ് ദ ഫംഗ്ഷൻ. സോ ഇവിടെ ഇതാണ് തെറ്റെന്ന് പറയുന്നത്. സോ ആൻസർ ഓപ്ഷൻ ഡി ആണ്. പിക്ക് ഔട്ട് ദ റോങ്ലി സ്പെൽഡ് വേർഡ്. എന്റർപ്രണർ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലെ. എൻഡ്, റെപ്പ്, റെന്ന്, അർ, ഇതാണ് നമ്മൾ പഠിക്കുന്നത്, അല്ലെ. EUR, എൻഡ്, റെപ്പ്, റെന്ന്, EUR, ഇതാണ് സ്പെല്ലിങ്. അപ്പൊ ഇത് ശരിയാണ്. ഹൈജീൻ ശരിയാണ്. അസസി അത് ശരിയാണ്. ഡെലിഗേറ്റ്, ഇതാണ് തെറ്റ്. ഇവിടെ വരേണ്ടത് DELEGAT ആണ്, ഡെലിഗേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആൻസർ ഏതാണ്, ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഇഫ് എ പേഴ്സൺ കനോട്ട് ബി ഡിഫീറ്റഡ് ഹി ഈസ് കോൾഡ് ആൻ, എന്താണ്, ഇമ്മോർട്ടൽ എന്ന് പറഞ്ഞാൽ മരണമില്ലാത്ത എന്നുള്ളതാണ്. ഇന്നിമിറ്റബിൾ,
പിന്നെന്താണ് ഇൻഫെയിലിബിൾ, ഇവിടെ ഇൻവിൻസിബിൾ, അതായത് നമുക്ക് എന്താണ് വിൻ ചെയ്യാൻ, അവനെ വിൻ ചെയ്യാൻ നമുക്ക് പറ്റില്ല, വിൻ ആ ഒരു ഓർത്താ മതി. ഇൻവിൻസിബിൾ എന്താണ്, ഇഫ് എ പേഴ്സൺ കനോട്ട് ബി ഡിഫീറ്റഡ്, ഒരു പേഴ്സണെ നമുക്ക് തോപ്പിക്കാൻ പറ്റാത്ത ആളെ നമ്മൾ എന്ത് പറയും, ഇൻവിൻസിബിൾ, അതായത് അവനെ വിൻ ചെയ്യാൻ പറ്റില്ല, ഇൻവിൻസിബിൾ ആണെന്ന് പറയാം. വിച്ച് വേർഡ് ഈസ് എ നോട്ട് എ സിനോണിം ഓഫ് എ ലേസി, ലേസി എന്നൊരു വേർഡിന്റെ സിനോണിം അല്ലാത്തത് ഏത്, അതായത് ആന്റോണിം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇൻഡോളന്റും സ്ലോത്ത്ഫുള്ളും ഐഡിയ ഇതെല്ലാം എന്താണ് ലേസിയുടെ സിനോണിംസ് ആണ്. അപ്പൊ പഠിക്കേണ്ടത് ഏതാണ്, ഇൻസെസന്റ്, ഇതാണ് അതിന്റെ സിനോണിം അല്ലാത്തത്. Pick out the passive form of the sentence. Where did she hide the necklace? എവിടെയാണ് അവൾ നെക്ലസ് ഒളിപ്പിച്ച് വെച്ചിരുന്നത്? അപ്പൊ നമുക്കറിയാം ആക്റ്റീവ് ടു പാസീവ് ആകുമ്പോൾ ടെൻസ് ചേഞ്ച് പാടില്ല. ഇവിടെ എന്താണ്, ക്വസ്റ്റ്യൻ ഫോം ആണ്, അപ്പോൾ ഇവിടെ ഇന്റർഗേറ്റീവ് സെന്റൻസ് ആണ് അല്ലെ. അപ്പൊ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻ ഫോമിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ വേറെ ഇതെല്ലാം നമുക്ക് മനസ്സിലായി. പിന്നെ എന്താണ് വേണ്ടത്, അതിൻ്റെ ഒപ്പം ആദ്യം ക്വസ്റ്റ്യൻ വേണം, പിന്നെ എന്താണ് ഓക്സിലറി വെർബ് വേണം, പിന്നെ സബ്ജക്റ്റ് വേണം. അപ്പൊ വേറെ ഓക്സിലറി വെർബ് വരുന്നത്, വാസ് വരുന്നത് ഇവിടെയാണ്, ദ നെക്ലസ് ഹിഡൻ. ഇവിടെ ഓപ്ഷൻ സി, വേർ വാസ് എ നെക്ലസ് ഹിഡൻ, അതാണ് അതിന്റെ എന്താണ് പാസീവ് ഫോം എന്ന് പറയുന്നത്. ഒറ്റപ്പദം എഴുതുക. അറിയാൻ ആഗ്രഹമുള്ള ആളെ പറയുന്ന പേരാണ് എന്ത്, ജിജ്ഞാസു അല്ലെ. അറിയാൻ ആഗ്രഹമുള്ള ആൾ ജിജ്ഞാസു. കുടിക്കാൻ ആഗ്രഹമുള്ളയാൾ, ഇതൊക്കെ നമ്മൾ ഒത്തിരി തവണ പറഞ്ഞാണ്. കുടിക്കാൻ ആഗ്രഹമുള്ളയാൾ പിപ്പാസു. പിപ്പടിഷു എന്താണ്, പഠിക്കാൻ ആഗ്രഹമുള്ളയാൾ പിപ്പടിഷു. വിവക്ഷു എന്താണ്, വിവക്ഷു പറയാൻ ആഗ്രഹമുള്ളയാൾ. പറയാനുള്ള ആഗ്രഹമാണെങ്കിൽ നമുക്ക് വിവക്ഷ എന്ന് പറയാം. കുടിക്കാനുള്ള ആഗ്രഹത്തെ നമുക്ക് പിപ്പാസ എന്ന് പറയാം. കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആളിനെ നമ്മൾ പിപ്പാസു എന്ന് പറയാം. അറിയാനുള്ള ആഗ്രഹത്തെ നമുക്ക് ജിജ്ഞാസ എന്ന് പറയാം. പഠിക്കാനുള്ള ആഗ്രഹത്തെ പിപ്പടിഷ എന്ന് പറയാം. പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളെ പിപ്പടിഷു എന്ന് പറയാം. അതാണ് വ്യത്യാസം. തുളസിദാസ രാമായണം മലയാളത്തിലേക്ക് പരിഭാഷ നടത്തിയത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പാണ്. വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. ഒരു സ്ഥാനത്തെത്തിക്കുക എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ശൈലിയാണ് കടവടുപ്പിക്കുക അല്ലെ. അത് നമുക്ക് എന്താണ്, കടവത്തെത്തിക്കുക, ഒരു സ്ഥാനത്തെത്തിക്കുക എന്ന് പറയുന്നത്. ശ്ലോകത്തിൽ കഴിക്കുക എന്താണ്, ചുരുക്കി പറയുന്നതിനെയാണ്. പ്രാചി എന്ന വാക്കിന്റെ വിപരീത പദമായിട്ട് വരുന്നതാണ് പ്രാചി. പ്രാചിയുടെ വിപരീതം എന്ന് പറയുന്നത് പ്രതീജിയാണ്. പ്രതീജി, അതായത് ഈ പറയുന്ന പ്രാചി എന്ന് പറഞ്ഞാൽ കിഴക്ക് എന്നൊരു മീനിങ് ഉണ്ട് കേട്ടോ. അപ്പൊ പ്രതീജി എന്ന് പറയുമ്പോൾ എന്താണ്, പ്രതീജി എന്ന് പറയുമ്പോൾ പടിഞ്ഞാറ്. അപ്പൊ പ്രാചിയുടെ ഓപ്പോസിറ്റ് ആണ് എന്ത് പറയേണ്ടത്, പ്രതീജി എന്ന് പറയുന്നത്. ശാരിക എന്ന വാക്കിന്റെ പര്യായ പദമല്ലാത്ത, ശാരിക എന്ന് പറയുന്നത് ശാരിക, അതേപോലെ കീരം, ശുഗം എന്നൊക്കെ പറയുന്ന എന്തിനെയാണ്, തത്തയാണ്, തത്തയുടേതാണ്. അപ്പൊ ചകോരമാണ് പര്യായ പദമല്ലാത്തത്. വീട് പ്ലസ് പണി എന്ന് പറയുന്നത് വീട് പണിയാണ്. വീട് പ്ലസ് പണി, വീടുപണി. കേമൻ എന്നിങ്ങനെയാണ് പിരിച്ചെഴുതുന്നത്. കേമം പ്ലസ് അൻ ആണ് കേമൻ. നമ്മളിപ്പോ പറയത്തില്ലേ ആ പ്ലസ് അൻ എന്ന് പറയുന്ന എന്താണ്, അവൻ. ആ പ്ലസ് അൻ അവനാണ്. ആ പ്ലസ് അള്ളെന്ന് പറഞ്ഞാൽ എന്താണ്, അവളാണ്. അതേപോലെ രാവിലെ നമുക്ക് എങ്ങനെ പിരിച്ചെഴുതാൻ പറ്റും, രാവിലെ. രാവിൽ, രാവിൽ പ്ലസ് എ ആണ് രാവിലെ എന്ന് പറയുന്നത്. മലയാളം എങ്ങനെ എഴുതാം, പിരിച്ചെഴുതാനായിട്ട്, മല പ്ലസ് ആളമാണ് മലയാളം എന്ന് പറയുന്നത്. കലവറ എങ്ങനെ പിരിച്ചെഴുതാം, കലം പ്ലസ് അറയാണ് കലവറ എന്ന് പറയുന്നത്. കർത്തൃ, കർത്തൃ എന്ന പദത്തിന്റെ പുല്ലിംഗമാണ് കർത്താവ്. കർത്താവ് കർത്തൃയാണ്, കർത്തൃയാണ്. കവി, കവയിത്രി നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ. അതേപോലെ തന്നെ നമുക്ക് എന്താണ്, നമ്പൂതിരി. നമ്പൂതിരിയുടെ എന്താണ് സ്ത്രീലിംഗ രൂപം എന്ന് പറയുന്നത് അന്തർജനം. നമ്പൂതിരി അന്തർജനമാണ്. പിന്നെ എന്ത് പറയാം, രക്ഷകൻ. രക്ഷകൻ എന്താണ്, രക്ഷകൻ എന്ന് പറയുന്നത് രക്ഷികയാണ്. ഓക്കെ, പിന്നെ എന്താണ് വിരഹി. വിരഹി എന്ന് പറയുന്നത് എന്താണ്, വിരഹിണി. വിരഹി വിരഹിണിയാണ്. ഓക്കെ, മാതുലൻ. മാതുലനെ നമുക്ക് എന്ത് പറയാൻ പറ്റും, മാതുലാനി. മാതുലാനി. ഓക്കെ, തമ്പി എന്ന പദത്തിന്റെ സ്ത്രീലിംഗ രൂപമാണ് തമ്പി, തങ്കയാണ്. തമ്പി, തങ്ക. തമ്പി, തങ്കച്ചി എന്ന് പറയും, തങ്ക എന്നും പറയും. സാമാന്യ ലിംഗ ബഹുവചന രൂപമായ അവ എന്നതിന്റെ ഏകവചന രൂപം അവ, അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും, ഏകവചനമായിട്ട് അത് എന്ന് പറയും. അത്. ഓക്കെ, അത്. ഒന്നിൽ കൂടുതലാണെങ്കിൽ നമ്മൾ അവ എന്ന് പറയും, അല്ലെങ്കിൽ എന്ത് പറയും, അത് എന്ന് പറയും. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മുടെ 30 ക്വസ്റ്റ്യൻസും നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 66 ദിവസമായിട്ട് നമ്മൾ ഒത്തിരി ഇംഗ്ലീഷ് മലയാളം ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതായത് 660, ഏറ്റവും മിനിമം 660 ക്വസ്റ്റ്യൻ എന്ത് വന്നിട്ടുണ്ട്, മലയാളം വന്നിട്ടുണ്ട്. ഇംഗ്ലീഷും മാത്സും ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ 20 ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ 660 കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം ഇംഗ്ലീഷ്, മലയാളം, മാത്സ് എന്ന് പറയുന്നതിൽ ചില പരീക്ഷകൾക്ക് 30-ഉം ചില പരീക്ഷകൾക്ക് 50-ഉമാണ്.
അത്രയും മാർക്ക് നല്ല ഈസി ആയിട്ട് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്